നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴയ തലമുറയുടെ ഒരു ഗോതമ്പ് അട അല്ലെങ്കിൽ ഓട്ടടയാണ്. ഇത് ഇലയിൽ പരത്തി ഫില്ലിംഗ് വെച്ചതിന് ശേഷം ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്നതാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം പൊടിയുടെ വെറൈറ്റി അനുസരിച്ച് ഞാൻ ഏകദേശം 1.25 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1 കപ്പ് മുതൽ 2 കപ്പ് വരെ വെള്ളം കുറേശ്ശെയായി ചേർത്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റും കൂടെ ഇത് നല്ലൊരു ലൂസ് ബാറ്ററായിട്ട് വരും. കൈയും കൊണ്ട് പരത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി കോരി ഒഴിക്കുന്ന പരുവത്തിലേക്ക് ആകരുത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും ശർക്കരയുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പരത്തുമ്പോൾ നമ്മുടെ കയ്യെ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കിയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ആദ്യമേ തന്നെ വെള്ളത്തിൽ കൈ മുക്കുക. അതിനുശേഷം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയിലേക്ക്, ഇല വാട്ടേണ്ട കാര്യമില്ല, ആ പച്ച ഇലയിലേക്ക് തന്നെ വെച്ചാണ് നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത്. വളരെ കനം കുറച്ച് പരത്തിയെടുക്കണം. കനം കൂട്ടി പരത്തിയാൽ ഇത് വേകാനായിട്ട് ഒത്തിരി സമയമെടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അകഭാഗം വേകാതെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ വളരെ നൈസ് ലെയറായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. പിന്നെ ഫില്ലിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങയും ശർക്കരയുമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ ഞാനിത് രണ്ടുമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക്, അത് ഓപ്ഷണലാണ്, ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകം മാത്രം പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക മാത്രം പൊടിച്ചോ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ശർക്കരയും പഞ്ചസാരയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡും കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ഇല പരത്തി റെഡി ആയിട്ടുണ്ട്. ചൂടാക്കിയ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചൂട് ഏറ്റവും സിമ്മിലേക്ക് വെക്കുക. നല്ലതായിട്ട് ചീനിച്ചട്ടി ചൂടാക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും സിമ്മിലേക്ക് വെക്കുക. ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റും കൊണ്ട് ഇത് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഓട്ടട അല്ലെങ്കിൽ ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായി.